ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ എൻ്റെ വ്ളോഗിൽ ഒരു മ്യൂസിയമാണ് കാണിക്കുന്നത്. നാം ജീവിക്കുന്ന ചുറ്റുപാടും അതിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചൊക്കെ അറിയാനുള്ള ആഗ്രഹമുണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അത്തരമൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ മ്യൂസിയം കാണാനായി ഇറങ്ങിയത്. വൈകിട്ടാണ്, ഇപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞ് കാണും. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഉണ്ട്. ഇത് കോർണിഷ് ഏരിയയിലാണ്. ദമാം കോർണിഷ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ മ്യൂസിയം ഉള്ളത്. ഇതാണ് ഹെറിറ്റേജ് വില്ലേജ്. സൗദിയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ദമാമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ കോട്ട പോലെ തോന്നുന്ന ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മൺകട്ടകൾ കൊണ്ടും ചെളിയൊക്കെ ചേർത്താണ്. പണ്ടത്തെ സൗദി അറേബ്യൻ കെട്ടിടങ്ങളുടെ അതേ മാതൃകയിൽ. മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫീ ആയിട്ട് പെർ ഹെഡ് 20 റിയാലാണ് ആവശ്യപ്പെട്ടത്. കുട്ടിക്ക് ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മോന് ടിക്കറ്റ് എടുത്തില്ല കേട്ടോ. മ്യൂസിയം കൂടാതെ ഇതിനകത്ത് ഇൻഡോർ റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. പഴയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന ഈ റെസ്റ്റോറൻറ്റ് ഏരിയ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ചെറിയ ഇടനാഴികൾ പിന്നിട്ട് നമ്മൾ പിന്നീട് പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ മ്യൂസിയം ഉള്ളത്. മ്യൂസിയം കൂടാതെ ഈ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ പരമ്പരാഗത വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, അതുപോലെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമക്കടയും കൂടി ഞങ്ങളവിടെ കണ്ടായിരുന്നു. ഒരു മിനി വില്ലേജ് മാർക്കറ്റ്. പിന്നീട് ഞങ്ങൾ കണ്ടത് സൗദി അറേബ്യയിലെ മുൻകാല വിദ്യാലയങ്ങളിലെ ക്ലാസ് റൂമിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ അവിടെ കാണാൻ വേണ്ടി പറ്റി. ഇടനാഴിയുടെ മറ്റൊരു ഭാഗത്ത് കടൽ കാഴ്ചകളൊക്കെ കാണാൻ തരത്തിൽ ഒരു മിനി കഫേ കൂടി അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെറിറ്റേജ് വില്ലേജ് എന്ന പേര് അന്വർത്ഥമാക്കും വിധം സൗദിയുടെ പൈതൃകത്തെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന പല ദൃശ്യങ്ങളും നമുക്കവിടെ കാണാൻ സാധിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്ന ഭാഗം. മുമ്പ് പ്രാബല്യത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മുമ്പ് അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, വാളുകൾ, അതുപോലെ നാണയങ്ങൾ, പുരാവസ്തുക്കൾ, പേപ്പർ പ്രസിദ്ധീകരണങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരു മിനി മ്യൂസിയം ആണെങ്കിൽ കൂടിയും സൗദിയുടെ ചരിത്രം എന്തായിരുന്നു എന്നുള്ള ഒരു ഏകദേശ ഐഡിയ നമുക്കവിടെ നിന്ന് കിട്ടും. മ്യൂസിയത്തെക്കാളൊക്കെ ഉപരിയായി ഹെറിറ്റേജ് വില്ലേജിൽ മെയിനായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നത് ഡൈനിങ്ങുകൾക്കാണ്. ഫ്ലോർ സെറ്റിംഗ് ആയും അല്ലെങ്കിൽ ടേബിൾ സെറ്റിംഗ് ആയിട്ടും പിന്നെ ഇനി ഫാമിലി ആയിട്ടൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന പേഴ്സണൽ ഡൈനിങ് ഹാളൊക്കെ അവിടെ സെപ്പറേറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഓരോ ഫ്ലോറും അവർ പരിപാലിക്കുന്ന രീതി എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇത് മ്യൂസിയത്തിൻ്റെ മറ്റൊരു കോണിലായിട്ട് കണ്ട കാഴ്ചയാണ് കേട്ടോ. സൗദി അറേബ്യയിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളും പ്രത്യേക വിഭാഗം സ്ഥലങ്ങളും അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയും കെട്ടിട നിർമ്മാണങ്ങളുടെ രീതിയും പിന്നെ അവരുടെ തൊഴിൽ, വസ്ത്രധാരണ രീതി, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ഐഡിയ തരുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. അത് എനിക്ക് വളരെയധികം ആകർഷകമായി തോന്നി. മ്യൂസിയത്തിനകത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് അവിടെയുള്ള കാർ മ്യൂസിയത്തിലായിരുന്നു. അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഓരോ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.